അതേത് വണ്ടിയാ? ബലേനോ? അതിനെന്താ പ്രത്യേകത? പക്ഷെ നിന്ന് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് ഓഫ് ആകുന്നില്ലേ? ആ അത് തന്നെയല്ലേ അത്. അല്ല, ഇതിന് ഇച്ചിരി വലിപ്പം കുറവല്ലേ വണ്ടിക്ക്? ഈ വണ്ടിക്ക് വലിപ്പം കുറവ്. ഇതിനേക്കാൾ ഇത്തിരി കൂടെ ഉണ്ടാവും ബലേനോ. അത്രയും ഇല്ല, നമ്മുടെ തോന്നലാണെന്നേ. ഇത്ര നല്ലപോലെ ഓടിക്കുന്ന ആൾക്ക് പിന്നെ ബലേനോ ഓടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? വണ്ടി മാറിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു അറപ്പ് തോന്നരുത്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ ഉള്ളു ആ വണ്ടിയിലും ചെയ്യാനുള്ളൂ. ഈ അകലം പിടികിട്ടാത്തതാണോ പ്രശ്നം? അകലം പിടികിട്ടുന്നില്ല. പിന്നെ ഒരുപാട് വണ്ടികൾ വരുമ്പോ എനിക്ക് ടെൻഷനായി. ഇപ്പൊ ഇവിടെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് വണ്ടിയുള്ള സ്ഥലത്തോട്ട് പോവാം. വണ്ടിയുടെ സ്ഥലത്തോട്ട് പോട്ടെ. ലെഫ്റ്റ് ടിക്കറ്റ് ഇടും. വണ്ടി വരുന്നില്ലേ? നിർത്തിയില്ല, നിന്നില്ല. ക്ലച്ച് ചവിട്ടിയില്ല. ഇപ്പൊ വണ്ടി തന്നെ ഒരു വാണിംഗ് ആണ് നമുക്ക്. ഏതാ ഓഫായി പോവാൻ പോണെന്ന്. ഇതാണ് പ്രശ്നം അല്ലേ? ആളിവിടുന്ന് പോയി. ഇത് ഓഫായി പോവാൻ കാര്യം എന്താ അല്ലേ? വണ്ടി കാറ് തന്നെ നമുക്കൊരു വാണിംഗ് തന്നു. എങ്ങനെയാന്ന് വിറച്ച്. അപ്പൊ അതങ്ങ് തട്ടി കൊടുത്ത പോരാ ക്ലച്ച്. തിരക്കുള്ള റോഡിൽ തന്നെ പോയി നോക്കാം എത്ര തവണ ഓഫാകുമെന്ന് അറിയണമല്ലോ. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു. എവിടുന്നാ വന്ന സ്ഥലം? പുല്ലുവളങ്ങര. ഇവിടുന്ന് ലെഫ്റ്റ്. ഇത് ഞാൻ നോക്കിട്ട് ഞാൻ വെറുതെ ഇരിക്കുക. ഇതിലൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടാ. അങ്ങനെ കൊണ്ട് ചെല്ലരുത് കേട്ടാ. തട്ട് കിട്ടുന്ന പരിപാടിയാണിത്. എന്താണെന്നറിയാമല്ലോ, റൈറ്റ് തിരിയാണ് നമ്മൾ വണ്ടി നേരെ ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് വെയിറ്റ് ചെയ്ത് തിരിഞ്ഞു പോകുന്നത്. ലെഫ്റ്റ് തിരിയാൻ നമുക്ക് നേരെ ചെല്ലണം? വേണ്ട, നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇറങ്ങി പോന്നാ പോരെ. നേരെ കൊണ്ടു വന്നിട്ട് ഒറ്റ തിരിച്ചങ്ങോട്ട് ഇറങ്ങി പോകുന്നേച്ച്. അത് ഇടികിട്ടുന്ന പരിപാടിയാ. കാരണം ആ ജംഗ്ഷനിൽ വണ്ടികൾ ഉണ്ടാവും. റൈറ്റ് സൈഡിൽ നിന്ന് എന്തായാലും വണ്ടി ഉണ്ടാവും. നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാ പോകുന്നെങ്കിൽ വീണ്ടും അവർക്ക് ഒതുങ്ങി പോകാനൊരു സ്ഥലം കിട്ടും. അപ്പോൾ നേരെ ഇറങ്ങി ചെല്ലാനും പാടില്ല. നോക്കിയിട്ട് വേണം ഇറങ്ങി ചെല്ലാൻ. അടുത്ത ജംഗ്ഷൻ നമുക്ക് നോക്കാം. അടുത്ത ജംഗ്ഷനിൽ ഒന്നുകൂടെ ലെഫ്റ്റ് എടുക്കാം. പേടി ഒന്നുണ്ടോ എതിരെ വണ്ടി വരുമ്പോ? അതില്ല, ഒരുപാട് വണ്ടി വന്നാലേ ഉള്ളൂ. നമ്മൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്തല്ലേ കൊണ്ടുപോകുന്നേ. ഒരുപാട് വണ്ടി വന്നാലും നമുക്കുള്ള സൈഡ് അവിടെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ആ വണ്ടി വരുന്ന കണ്ടില്ലേ? നമുക്കിവിടെ സൈഡ് കിടപ്പുണ്ട്. നമ്മുടെ സൈഡിൽ കൂടെ പോയാൽ പോലും അവരെ കുറിച്ച് ആലോചിക്കുന്ന ആ വണ്ടിയുടെ വരവ് കണ്ട് പേടിക്കുന്നൊന്നുണ്ടല്ലേ. അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകരുത്. അതെങ്ങനെ വന്നാലും നമുക്ക് നമ്മുടെ വേഗത കുറയ്ക്കാൻ അറിയാം, നമ്മുടെ വണ്ടിയെ നിയന്ത്രിക്കാനും അറിയാം. ഇവിടുന്ന് ലെഫ്റ്റ് ഈ ജംഗ്ഷനിൽ എങ്ങനെ പോകണം? NH ഇറങ്ങാൻ പോകുന്നത്. നിർത്തുന്നതിന്റെ അല്ല, നേരെ ചെല്ലരുത് ആ ജംഗ്ഷനിൽ. ഇത് ഇങ്ങോട്ട് ടേൺ ചെയ്ത് വാ ഇത്തിരി സൈഡിലേക്ക്. അപ്പം അതി സ്ലോ ചെയ്ത് നിർത്തി വാ. ഈ സൈഡിലേക്ക് വാ. നിൽക്കട്ടെ, ഇവിടെ അങ്ങ് നിൽക്കട്ടെ. ഇനി ഫസ്റ്റ് ഗിയർ അല്ലേ? ഇനി റൈറ്റ് സൈഡ് നോക്കിയിട്ട് ഇങ്ങനെ തന്നെ ഇറങ്ങണം. മുന്നോട്ട് പോയി ഇറങ്ങരുത്. ഇങ്ങനെ ചരിഞ്ഞ് ഇറങ്ങണം. വാ. പതിയാണായിരിക്കും. കുറച്ച് ഈ സൈഡിലേക്ക് വന്നില്ല. വരട്ടെ. ഓരോ മൂവിലും നമ്മുടെ സൈഡിലോട്ട് തന്നെ വണ്ടി വരട്ടെ. ഓക്കെ. അതുപോലെ നേരെയാക്കി വരട്ടെ. വീട്ടിൽ തിരിയുമ്പോ ഇങ്ങനെ വേണം തിരിഞ്ഞു വരാൻ കേട്ടാ. വീട്ടിൽ വണ്ടി കിടപ്പുണ്ടോ ഇപ്പൊ? നേരെ നമുക്ക് കായംകുളത്തോട്ട് കിട്ടാലോ. ആ വണ്ടിയിൽ പ്രാക്ടീസ് കൊടുത്താലോ. കാരണം ഇയാളെ ഓടിക്കുന്നുണ്ട്. പക്ഷെ നേരെ പോയാല് നമുക്ക് ചേർത്തലേ പോണ്ടേ? ചേർത്തലേ ഉണ്ടല്ലോ. ശരിയാ. അടുത്ത ദിവസം ചെല്ലാം വേണമെങ്കിൽ. ഒരേന്നല്ല വരുന്നുണ്ട്. നല്ലപോലെ ഓടിക്കുന്ന നമുക്ക് പിന്നെ എന്താ? എന്റെ വണ്ടി കാണുന്നതേ എനിക്ക് പേടിയാ. അതല്ല, ചിന്തയല്ലേ അത്. നമ്മുടെ ചിന്താഗതി കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. മോളെ, ഞാൻ വണ്ടിയിൽ കേറിയപ്പോ തന്നെ മോളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കും. നമുക്ക്
ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. അപ്പൊ എങ്ങനെ ചെല്ലണം എന്നിട്ട് നമ്മുടെ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇനി റൈറ്റിലോട്ട് പൊസിഷൻ ചെയ്തു, ബാക്കിൽ വണ്ടി നോക്കി, അങ്ങനെ പതിയെ പതിയെ പതിയെ. ഇനി അവരെ നോക്കി ഇരിക്കണ്ട, ഓൾറെഡി നമ്മൾ എത്തി റൈറ്റിൽ. ഓക്കെ അല്ലേ? ഈ ഡിവൈഡറിന്റെ അവിടെ ഒന്ന് പതിയെ നിൽക്കണം. നിൽക്കട്ടെ, കുറച്ചായിട്ട് നിൽക്കട്ടെ. ഇനി നോക്കി ഗ്യാപ്പിന് കടന്നു പോകാനുള്ള ആ ലെഫ്റ്റ് കിട്ടിയാൽ മതി. നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇതിലൂടെ മുന്നോട്ട് ഇറങ്ങി നിൽക്കുക, ഇതിലൂടെ മുന്നിലേക്ക് ഇങ്ങോട്ട് റൈറ്റ് ടച്ച് ചെയ്ത് നിൽക്കുക. അതെ, അങ്ങനെ ഇതിലൂടെ സെന്റർ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുക. ഇതിലൂടെ അവിടെ നിൽക്കട്ടെ, വെയിറ്റ് ചെയ്യും. ഇനി ആ സൈഡ് ഫ്രീ ആകുമ്പോഴേ വീണ്ടും മുന്നോട്ട് ഇറങ്ങി ലെഫ്റ്റ് കിട്ടണം നമുക്ക്. അതെ, ഗ്യാപ്പ് വരുന്നില്ലേ? കുറച്ചായിട്ട് അനങ്ങി ചെല്ല്. അതെ, അങ്ങനെ. ഓക്കെ അല്ലേ? ഇനി ആ ലെഫ്റ്റ് മുഴുവൻ വേണ്ട, കുറച്ചായിട്ട് ആ ലെഫ്റ്റ് കിട്ടിയാൽ മതി. കാരണം റോഡിന് വീതിയുണ്ട്. ഇനി നമുക്ക് പോവാമല്ലോ. പേര് ഞാൻ മറന്നു വരുന്നത്. എന്തായാലും മകളുടെ പേര് ഐശ്വര്യ. ഐശ്വര്യയുടെ പ്രശ്നം എന്തോന്ന് മനസ്സിലായോ? ഐശ്വര്യ തിരിച്ചറിയുന്നില്ലാത്തതാണ് ഐശ്വര്യയുടെ പ്രശ്നം. മനസ്സിലായോ? ഐശ്വര്യ കേസാ ഡ്രൈവർ ആവും, അത്രയും ഭാവിയുള്ള കുട്ടിയാണ്. നിന്റെ പ്രശ്നം പറഞ്ഞാൽ ടെൻഷനാണ്. മറ്റുള്ള ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല എന്റെ മക്കളെ. അവരെന്ത് വേണേലും വിചാരിച്ചോട്ടെ, നമ്മൾ ചെയ്യാനുള്ള ജോലി നമ്മൾ ചെയ്യുക. ഞാൻ പറയില്ല, ഇപ്പൊ നമ്മള് 2ാമത്തെ ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കൂടെ ഇരിക്കുന്ന ആള് പ്രഷർ ചെയ്യരുത്, 3 ഇടുന്ന്. നിനക്ക് എപ്പം കംഫർട്ട് ആകുന്ന 3ാമത്തെ ഗിയർ അപ്പോഴേ ഇടാവുള്ളൂ. ഇപ്പൊ കൂടെ ഇരിക്കുന്ന ആള് ഇടുന്ന് പറയുമ്പോൾ താക്കോല് ഒരു കൈ കൊടുത്തിട്ട് എന്ത് പറയണം? ചേട്ടനെ ഓടിച്ചോ, ഞാൻ പിന്നെ പതുക്കെ ശ്രദ്ധിച്ച് ഓടിച്ചോടിച്ച് റെഡി ആയിക്കോളാം, അങ്ങനെ പറയണം. കേട്ടാ? ഇപ്പൊ കേറി കൊണ്ടേ പ്രഷർ ചെയ്യത്തില്ല, അടുത്ത ഗിയർ ഇടുന്ന്. തിരക്കെല്ലാം വരുമ്പോ പറയുന്നു. ഇല്ല, ഗൂഗിൾ പേ ഇല്ല അവിടെ. നിന്റെ പൈസ വേണ്ട. ഈ റൈറ്റ് സൈഡിലെ പെട്രോൾ പമ്പ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇല്ല, റൈറ്റ് സൈഡിലെ പമ്പ് ദേ. ഇനി വട്ടം കടക്കരുത്, ബസ് ഉണ്ട് പുറകിൽ. ഇവിടെ പതിവ് നിന്ന് കൊടുക്കും. ഇനി പതിയെ റൈറ്റ് സൈഡിലോട്ട് കയറിക്കും. നോക്കിയിട്ട് മുന്നിൽ ആരുമില്ല, പുറകിലും ആരുമില്ല. ഈ ഗ്യാപ്പിൽ കൂടെ കയറിപ്പോട്ടെ, ഈ വഴി കൂടെ. വഴി ഒരു കൺഫ്യൂഷൻ ആയല്ലേ? ഞങ്ങൾക്കും അറിയത്തില്ല. പരിചയമില്ലാത്തതല്ലോ ഇതല്ലോ. പറഞ്ഞിട്ടാണോ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരാവേ? ഈ ട്രാക്കിൽ കൂടെ പോകും, അത് കറങ്ങി അപ്പുറത്ത് വീണ്ടും വരാം. തിരിയട്ടെ, റൈറ്റ് തിരിയട്ടെ. അതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടെ നേരെയാക്കി വന്നോ. എന്നിട്ട് ആ കാറിന്റെ ബാക്കിൽ പോണേ. ആ കാറിന്റെ അവിടെ തന്നെ നിൽക്കട്ടെ. ആദ്യം ഇവിടെ നിന്നില്ല, ക്ലച്ച് ചവിട്ട്. കാലെടുക്കരുത്, ബ്രേക്ക് ചവിട്ടി തന്നെ പിടിക്കും. കാലെടുത്ത് എന്ത് പറ്റുമെന്ന് അറിയാം. ഇത് നിരപ്പല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് ഇറങ്ങി പോകില്ല. ഇത്തിരി പുറകോട്ടെടുത്ത് അതിന്റെ ഒപ്പം ലെവൽ പിടിക്കാം. ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കണം, 2 മിററിലും നോക്കണം. അന്ന് നിന്നെ അവിടെ നിന്നെ ബാക്കിലോട്ട് എടുത്ത് എന്തിനാ? അതിനൊപ്പം പിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ എങ്ങോട്ടാക്കണ വരും നമ്മുടെ വണ്ടിയെ? ആണോ? തെറ്റി. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അവിടെ വരണമായിരുന്നു, അവിടെ വരണം. അപ്പൊ എങ്ങോട്ട് തിരിക്കണം? തിരിക്കും, മുഴുവൻ തിരിക്കും. കുറച്ച് സ്പേസിൽ നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഫുള്ള് തിരിച്ചിട്ട് ഇത്തിരി 2 മിറർ നോക്കിക്കോണേ. ഇതിലൂടെ മതി. അവിടെ ആയിക്കട്ടെ. ഇനി ഫസ്റ്റ് മുന്നിലോട്ട് കയറിക്കും. മുന്നിലോട്ട് പതിയെ കയറട്ടെ. അവൻ ആ ഗ്യാപ്പ് എടുത്തു, തിരിഞ്ഞു വരട്ടെ. നേരെ മതി, നിൽക്കട്ടെ. ബാക്കിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ പൊസിഷൻ ചെയ്യണം വണ്ടിയെ? ഫ്രണ്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാ? അങ്ങനെ. മിറർ നോക്കാൻ മറന്നു പോരുത്. വരട്ടെ. ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് തെളിഞ്ഞ് കാണാമെങ്കിൽ അവിടെ നിർത്തിക്കൂ. നമ്മുടെ ഒരു മുട്ടിന്റെ ഹൈറ്റിൽ കാണാമല്ലോ ആ വണ്ടി. അപ്പൊ ഇനി മുന്നോട്ട് പോയാൽ അത് പിടിക്കില്ല. എന്നുവെച്ചാൽ ദിശ മാറ്റി പോയാൽ മതി. ഓക്കെ ആണോ? പതിയെ മൂവ് ചെയ്യട്ടെ. സമയം എടുത്ത് പോയാൽ മതിയേ. അതുപോലെ ഇങ്ങോട്ട് ലെവല്. ഇതിന് കുറച്ചുകൂടി നിർത്തിക്കൊടു. നിന്നില്ല. ആ ഓട്ടോ കണ്ടതല്ലേ? ഇത്തിരി റിവേഴ്സ് എടുത്ത് കൊടുക്കും.
പതിയെ വാ. ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് ഇത്തിരി വിട്ടു കൊടുക്കും. പതിയെ ടൈം എടുത്ത് വന്നാൽ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. പതിയെ ബ്രേക്ക് വിട്ടുകൊടുക്കും. ബ്രേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക് വിട്ടുകൊടുക്കും. ഇത്തിരിയുടെ വരട്ടെ. ബ്രേക്ക് വന്നിക്കട്ടെ. ഫസ്റ്റ് എന്തോ പറ്റിയെന്നറിയാവാ, നമുക്ക് ആവശ്യത്തിന് സമയം വേണം. ടെൻഷൻ വരുന്ന ആളല്ലേ നമ്മൾ. പോരുത്, ഇപ്പോഴും പോരുത്. നമുക്ക് പോകേണ്ട ഡയറക്ഷനിലോട്ട് തിരിക്കാതെ വേണം. അടിച്ചടി പോലെ വെയിറ്റ് ചെയ്യും. ഇനി ആ ഒരു മാറുന്നൊരു സമയമുണ്ട്. ആ ടൈം എടുത്തേ മുന്നോട്ട് നീങ്ങാവുള്ളൂ. പതിയെ നീങ്ങണ്ട. ബ്രേക്ക് മാത്രം അങ്ങനെ പയ്യെ നേരെയാക്കി പതിയെ വീണ്ടും നിന്ന് നീങ്ങിയാൽ മതി. നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത്. റൈറ്റ് പോകാൻ പറ്റുമോ? നല്ല തിരക്കാ, വണ്ടി എല്ലാം ഒരുപാടുള്ള ആ കടയിലും എല്ലായിടത്തും കൊണ്ടുപോകണം. ആ സൈഡ് ഫ്രീ ആയിട്ടേ ഇവിടുന്ന് ഇറങ്ങാവുള്ളൂ. ആളെ ഇവിടുന്ന് ഇപ്പോഴേ പോയി എണീന്നിട്ട് കേട്ടാ. പോട്ടെ, നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിൽ ഫ്രീ ആവുമ്പോൾ ഇത്തിരിയുടെ മുന്നിലോട്ട് ഇറങ്ങണം. ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞിറങ്ങണമെന്ന് അറിയാമല്ലോ. അങ്ങനെ മുഴുവൻ തിരിക്കണ്ട, ഒന്ന് ബെൻഡ് ചെയ്താൽ മതി. നമുക്ക് ആ സൈഡിലോട്ടൊന്ന് കിട്ടിയാൽ മതി വണ്ടി. ബാക്കി ഓട്ടത്തിൽ ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര വണ്ടിയാണല്ലോ. ഭയങ്കര വണ്ടിയൊന്നുമില്ല. കുറച്ച് ഇറങ്ങി നിൽക്കും ഒരു സ്വല്പം കൂടെ. അപ്പൊ ചേട്ടൻ മുന്നിൽ. ഹാഫ് ക്ലച്ച് ആക്കണം. എന്നിട്ട് ഒന്നുകൂടെ നിൽക്കട്ടെ. ക്ലച്ചിന് വിട്ടു പോകരുത്. ക്ലച്ച് അങ്ങനെ തന്നെ നിന്നോട്ടെ. വേണ്ട, അങ്ങനെ തന്നെ നിൽക്കട്ടെ. കണ്ടാ അനങ്ങിയത് കൊണ്ടാ. ബ്രേക്ക് ഓട്ടി സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞുതരാമല്ലോ, വിറവല് കൂടുന്ന അറിയുന്നുണ്ടാ. ആ വിറവലിലൊന്ന് കൊണ്ടുവന്ന് നിർത്തിക്ക് മതി. ഇനി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കിയാൽ വണ്ടി നീങ്ങുമോ. മൊത്തം ബ്രേക്ക് വിടും. മൊത്തം ബ്രേക്ക് മുട്ടേക്ക്. കണ്ടാ വണ്ടി ഹാഫ് ക്ലച്ചിലായി. ഇപ്പം ക്ലച്ച് അനക്കരുത്. അങ്ങനെ ഇനി ലെവൽ ചെയ്തു പോവാം. ലെവൽ ചെയ്യുമ്പോൾ ലെഫ്റ്റിലെ മിറർ നോക്കി ചുമ്മാ ലെവൽ ചെയ്യരുത്. ഒരു ബൈക്കുകാരൻ ചിലപ്പോൾ അതിനിടയ്ക്ക് കൂടെ വരും. പോകാലോ, പോട്ടെ. ഞാൻ പറഞ്ഞ ശരിയല്ലായിരുന്നു. ഒരു പെൺകുട്ടി വന്നില്ല ടൂ വീലറുമായിട്ട്. നമ്മുടെ ഉള്ളിലല്ലേ ഇതെല്ലാം. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു കണക്കൂടലുള്ളതുകൊണ്ടല്ലേ ലെവൽ ചെയ്തപ്പോ ഞാൻ പറഞ്ഞ ലെഫ്റ്റിൽ നോക്കിക്കോന്ന്. അത്രേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി ഇത്. നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് വയ്ക്കുമ്പോൾ ഇവിടെ ഒരാൾ വരും എന്നൊരു ചിന്ത ഉണ്ടായാൽ മതി. എതിരെ വരുന്ന വണ്ടികൾ കണ്ട് പേടിച്ചിരിക്കരുത്. നമുക്ക് പോകാനുള്ള സൈഡുണ്ടോ ആ സൈഡിൽ കൂടെ നമ്മുടെ വണ്ടിയെ കൊണ്ടുപോയിക്കോണം. വേഗത കൺട്രോൾ ചെയ്താൽ മാത്രം മതി. അവിടെ എവിടെയൊക്കെ ഇപ്പൊ പേടി തോന്നുന്നല്ല, ബുദ്ധിമുട്ട് തോന്നുന്നു, അവിടെ വേഗത നല്ലപോലെ കൺട്രോൾ ചെയ്തോ. അപ്പൊ സമയം കിട്ടും തിരിച്ചു മാറ്റാനായിട്ട്. BMW ആണ്. തിരിഞ്ഞാൽ ഉടനെ തന്നെ റൈറ്റ് ഉണ്ട്. ഓക്കെയാണ്. അപ്പോൾ ലെഫ്റ്റ് തിരിയുമ്പോൾ ഒരുപാട് ലെഫ്റ്റ് സൈഡിൽ പോവാതെ ജസ്റ്റ് ഒരു സെൻറ്റർ പിടിച്ച് തിരിഞ്ഞു വരണം. കാരണം ഉടനെ ഒരു റൈറ്റ് എടുക്കാനുള്ളതാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വാ മോളെ. ലെഫ്റ്റ് സൈഡ് മിറർ നോക്ക്. പതിയെ ലെഫ്റ്റിൽ വരട്ടെ മതി. ഇനി ഈ ലെവലിൽ പോയാൽ മതി. സ്ലോ ചെയ്ത് കൊടുക്കും. സ്ലോ ചെയ്തില്ല ഞാനാ സ്ലോ ചെയ്തോളൂ. റൈറ്റ് ഇൻഡിക്കേറ്റർ പോട്ടെ. ആ ഓട്ടോക്കാരൻ്റെ ഭംഗി നോക്കി നിന്നില്ലേ. ഓട്ടോക്കാരൻ്റെ അല്ലേ, ഓട്ടോറിക്ഷയുടെ. കാലെടുക്കരുത് ക്ലച്ചാണ്. എവിടെ എത്തണം നമ്മുടെ വണ്ടി? ലെഫ്റ്റ് സൈഡിൽ. ഈ മിറർ നോക്ക്. കുറച്ചായിട്ട് ഈ മിറർ നോക്കി. എന്തിനാ ഇങ്ങനെ ടെൻഷൻ പിടിക്കുന്നത്? മുഖം മാറുന്ന ഈ ജംഗ്ഷൻ വരുമ്പോഴും ഇപ്പോഴും അങ്ങോട്ടാ പേടിക്കുന്നത്. അവൻ ഹോൺ അടിച്ചോട്ടപ്പാ.
ബസ്സായിട്ട് നോക്കരുത്. ഒന്ന് ഒതുങ്ങി കൊടുത്തേക്ക്, അവൻ പൊക്കോട്ടെ. അത്യാവശ്യം കുറെ നേരമായില്ല ഇറിറ്റേറ്റ് ചെയ്യുന്നു. അത് അത്രയും മതി. ഇനി മുന്നോട്ട് ഈ സൈഡിൽ കൂടെ തന്നെ നീങ്ങിപ്പോയാൽ മതി. അയാൾക്ക് അത്യാവശ്യം ഉള്ളെങ്കിൽ കയറി പൊക്കോട്ടെ. കണ്ട ഇപ്പൊ പോകണ്ട. അപ്പൊ വെറുതെ അല്ലേ, ഉള്ളിയൊരു നേച്ചർ അല്ലേ അത്. ഫോണടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കും, സ്ലോ ചെയ്ത് കൊടുക്കും. കണ്ട അപ്പൂപ്പനൊന്നുമല്ല. പോട്ടെ, ഇനി പോവാല്ലോ നമുക്ക്. തിരക്ക് കാണുമ്പോഴത്തേക്ക് അവിടെ നോക്കി നോക്കി പേടിച്ചിരിക്കരുത്. നമുക്ക് സ്പേസ് ഉണ്ടോ നോക്കുക, പോകാൻ സ്പേസ് ഉണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ വണ്ടി ആ സ്പേസിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോവുക. ഇനി സ്പേസ് ഇല്ലാന്ന് തോന്നിയാൽ വണ്ടി നിർത്തിക്കും. നീങ്ങാലോ. ടെൻഷൻ കൂടുന്നുണ്ടാ? ഉറപ്പാണോ? സത്യമാണോ? സത്യമായിട്ടും ഐശ്വര്യം തെളിഞ്ഞു വരുന്നുണ്ടാ? എല്ലാ കാണാമോ തന്നെ ഉണ്ട് ഐശ്വര്യം, പിന്നെന്താ? ഓക്കെ, എപ്പോൾ റോഡ് ഫ്രീ ആയി എന്ന് തോന്നുന്നു അപ്പം മാത്രം അത് ആക്സിലേറ്റർ ക്ലച്ച് റിലീസ് ചെയ്ത് ശീലിച്ചാൽ മതി. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അപ്പം നമുക്ക് മനസ്സിലാവും എത്ര റിലീസ് ചെയ്യുമ്പോൾ ഈ വണ്ടി ഓഫ് ആകുമെന്നും എത്ര റിലീസ് ചെയ്താൽ ഈ വണ്ടി സ്മൂത്തായിട്ട് ഓടുമെന്നും അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 100 മീറ്റർ മുന്നിൽ ഫ്രീ ആയി കിട്ടിയാൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് മാറ്റിക്കോണം വണ്ടിയെ. അങ്ങനെ തന്നെ ഓടിക്കുമ്പോഴാണ് ഇപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾ പറയുന്നത് ഗിയർ മാറ്റുക, സ്പീഡ് കൂടുമെന്ന് പറയുന്നത്. ഇതേ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിർത്തി കൊടുക്കുക. അതിൻ്റെ പുറകിൽ ഒരു ധൃതിയുമില്ല. നിർത്തിയാൽ എന്ത് ചെയ്യണം? മറന്നു പോരുത്. അതങ്ങനെ തന്നെ ശീലിക്കും. വണ്ടി എപ്പോൾ നിർത്തിയാലും ന്യൂട്രലാക്കി മൂവ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഫസ്റ്റ് ഇട്ട് തന്നെ ശീലിക്കും. നമുക്ക് പോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ അതിൻ്റെ പുറകെ വെയിറ്റ് ചെയ്തു. അയാളെ പോയിക്കോട്ടെ, ഇനി പോവാ. ഞാൻ പറയില്ല, നമ്മുടെ പുറകു വശവും നമ്മുടെ മുൻവശവും ക്ലിയർ ആണെന്ന് തോന്നുമ്പോൾ മാത്രം ഒന്നവിടെ നിന്ന് കൊടുക്കും. ബ്രേക്ക് ചെയ്താൽ മതി. അയാൾ പോട്ടെ. ആ ഇനി വീണ്ടും നീങ്ങട്ടെ. ആ ലെവൽ ചെയ്തു വന്നില്ല. അവരെ നോക്കിയിരിക്കരുത്. ബസ്സായിട്ടും തട്ടാത്ത രീതിയിൽ ലെവൽ ചെയ്താൽ മതി. ഇപ്പൊ എളുപ്പം ഷിഫ്റ്റ് ചെയ്ത് വേണ്ട. ആ ട്രാഫിക് വന്നപ്പോ എന്തായിരുന്നു ഷിഫ്റ്റ് ചെയ്യാഞ്ഞത്? വണ്ടി ഒന്നുമില്ല, പോട്ടെ. ഇവിടെ ഒരു കാര്യം കൂടെ മറന്നു. എന്തോ ഞാൻ പറഞ്ഞത്, ഫ്രണ്ട് ക്ലിയർ ആയാൽ ഒരു ഗിയർ കൂടെ ഷിഫ്റ്റ് ചെയ്ത് ശീലിക്കാൻ. ഇപ്പൊ 2 വരെ ക്വിക്കായിട്ട് വരുന്നുണ്ട്. 3ാമത്തെ ഗിയറും കൂടെ അതുപോലെ വന്ന് ശീലിക്കട്ടെ. മുൻവശം ക്ലിയർ ആയി വരുമ്പോൾ ഒരു ഗിയർ കൂടെ ഷിഫ്റ്റ് ചെയ്ത് ശീലിക്കും. അപ്പൊ 3 ഗിയറിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗിയർ കൂടെ ആഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ. സെക്കൻഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 200 മീറ്റർ ദൂരത്തേക്ക് റോഡ് ഫ്രീ ആയി കിട്ടിയാൽ ഒരു ഗിയർ കൂടെ ഇട്ട് ശീലിച്ചേക്കണം. അപ്പം നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതേണ്ട, ഒരു ജംഗ്ഷൻ കണ്ടല്ലോ, ഇവിടുന്ന് പ്രിപ്പയർ ആയിക്കോ. അവിടുന്ന് ഒരാൾ വട്ടം ചാടും എന്ന് കരുതി തന്നെ പോയിക്കോ. ആണ്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? വേഗത കുറഞ്ഞപ്പം ബ്രേക്ക് ചെയ്തോണ്ടിരിക്കരുത്. പോട്ടെ, ഇപ്പൊ ഓഫ് ആകുമെന്ന് പേടി വേണ്ടല്ലോ. ഉണ്ടാ? ഇത് തന്നെ എല്ലായിടത്തും ചെയ്താൽ മതി. പോട്ടെ. ഇനി സത്യസന്ധമായിട്ട് പറ, എന്തെങ്കിലും റിലാക്സ് ആയോ അതോ വെറുതെ? ഉറപ്പായിട്ടും മുഖത്തുണ്ടായ മാറ്റമാണോ? തിരക്കില് ഞാൻ വരത്തില്ല, എനിക്ക് പേടിയായിരുന്നു. തിരക്കി പോവും. പോണമല്ലോ. ഓക്കെ, എപ്പോൾ റോഡ് ഫ്രീ ആയി എന്ന് തോന്നുന്നു അപ്പം മാത്രം അത് ആക്സിലേറ്റർ ക്ലച്ച് റിലീസ് ചെയ്ത് ശീലിച്ചാൽ മതി. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അപ്പം നമുക്ക് മനസ്സിലാവും എത്ര റിലീസ് ചെയ്യുമ്പോൾ ഈ വണ്ടി ഓഫ് ആകുമെന്നും എത്ര റിലീസ് ചെയ്താൽ ഈ വണ്ടി സ്മൂത്തായിട്ട് ഓടുമെന്നും അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 100 മീറ്റർ മുന്നിൽ ഫ്രീ ആയി കിട്ടിയാൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് മാറ്റിക്കോണം വണ്ടിയെ. അങ്ങനെ തന്നെ ഓടിക്കുമ്പോഴാണ് ഇപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾ പറയുന്നത് ഗിയർ മാറ്റുക, സ്പീഡ് കൂടുമെന്ന് പറയുന്നത്. ഇതേ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിർത്തി കൊടുക്കുക. അതിൻ്റെ പുറകിൽ ഒരു ധൃതിയുമില്ല. നിർത്തിയാൽ എന്ത് ചെയ്യണം? മറന്നു പോരുത്. അതങ്ങനെ തന്നെ ശീലിക്കും. വണ്ടി എപ്പോൾ നിർത്തിയാലും ന്യൂട്രലാക്കി മൂവ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഫസ്റ്റ് ഇട്ട് തന്നെ ശീലിക്കും. നമുക്ക് പോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ അതിൻ്റെ പുറകെ വെയിറ്റ് ചെയ്തു. അയാളെ പോയിക്കോട്ടെ, ഇനി പോവാ. ഞാൻ പറയില്ല, നമ്മുടെ പുറകു വശവും നമ്മുടെ മുൻവശവും ക്ലിയർ ആണെന്ന് തോന്നുമ്പോൾ മാത്രം ഒന്നവിടെ നിന്ന് കൊടുക്കും. ബ്രേക്ക് ചെയ്താൽ മതി. അയാൾ പോട്ടെ. ആ ഇനി വീണ്ടും നീങ്ങട്ടെ.
ലെവൽ ചെയ്ത് വന്നില്ല. അവരെ നോക്കിയിരിക്കരുത്, ബസ് ആയിട്ടും തട്ടാത്ത രീതിയിൽ ലെവൽ ചെയ്താൽ മതി. ഇപ്പൊ എളുപ്പം ഷിഫ്റ്റ് ചെയ്ത് വേണ്ട. ആ ട്രാഫിക് വന്നപ്പോ എന്തായിരുന്നു ഷിഫ്റ്റ് ചെയ്യാഞ്ഞത്? വണ്ടി ഒന്നുമില്ല, പോട്ടെ. എനിക്ക് ഈ വണ്ടിയുടെ ബാക്ക് ആ വഴിയിലോട്ട് കിട്ടണം. ആ വഴി കയറണം. ബാക്ക് ഫ്രണ്ടിലോട്ട് കുറച്ച് പോയിട്ട് ബാക്ക് എങ്ങനെ വരും? ഓക്കെ, ഏത് ഡയറക്ഷനിൽ തിരിക്കേണ്ടി വരും? അങ്ങോട്ട് തിരിക്കണേ, അങ്ങോട്ട് തിരിക്കണേ, അങ്ങോട്ട്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. മുന്നിലോട്ട് പോയിട്ട് ചുമ്മാ പുറകോട്ട് വന്നാൽ മതി? അല്ല, കുറച്ച് ബാക്കിലോട്ട് എടുത്തിട്ട് തിരിഞ്ഞു വന്നാൽ മതി. ഓക്കെ ആണോ? സ്വന്തമായിട്ടും ചെയ്ത് നോക്കിയാൽ നോക്കട്ടെ. ഏത് സൈഡിൽ വരണമെന്ന് കൂടെ പറ. ഈ സൈഡിലായിരിക്കണം, ആ സൈഡിലായിരിക്കണം? എന്താ വരണമെന്ന്? നമ്മുടെ വണ്ടി അങ്ങോട്ടല്ലേ തിരിക്കണ്ടേ? അങ്ങനെയല്ല ചോദിച്ചാൽ, ആ വഴി കയറണമെങ്കിൽ ഈ വണ്ടി എവിടെ കൊണ്ട് പൊസിഷൻ ചെയ്യണം? ആ സൈഡിൽ ആണല്ലോ. പോട്ടെ.